സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിനായി ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവം ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുന്നു, വയലുകളിലേക്ക് വെള്ളം വിടുന്നു. ദൈവം താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. ദൈവം ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല. ദൈവം ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു, വക്രബുദ്ധികളുടെ ആലോചന മറഞ്ഞു പോകുന്നു. പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു, ഉച്ചസമയത്ത് അവർ രാത്രിയിലെന്ന പോലെ തപ്പി നടക്കുന്നു. ദൈവം ദരിദ്രനെ അവരുടെ വായെന്ന വാളിങ്കൽ നിന്നും ബലവാൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. അങ്ങനെ എളിയവന് പ്രത്യാശയുണ്ട്, നീതി കെട്ടവനോ വായ് പൊത്തുന്നു. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. ദൈവം മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. ദൈവം ചതയ്ക്കുകയും തൃക്കൈ പൊറപ്പിക്കുകയും ചെയ്യുന്നു. 6 കഷ്ടത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വിടുവിക്കും. 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവം പ്രകൃതിയിലും ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ ഇടയിലും ചെയ്യുന്ന പ്രവർത്തികൾ അഥവാ ദൈവപ്രവൃത്തികളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ദൈവം ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ടാണ് പ്രകൃതിയിൽ അഥവാ ഈ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന, അതുപോലെ വയലുകളിലേക്ക് ജലമാവശ്യമായ ഇടങ്ങളിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന, താണവരെ ഉയർത്തുന്ന, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്ന ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. ദൈവപ്രവൃത്തികൾ അവർണ്ണനീയമാണ് അഥവാ അസംഖ്യമാണ്. അവ ഒരു മനുഷ്യനെ കൊണ്ടും പൂർണ്ണമായി വർണ്ണിക്കുവാൻ, വിവരിക്കുവാൻ, പ്രസ്താവിപ്പാൻ സാധ്യമല്ല. എങ്കിലും ദൈവം തൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് നാം ഗ്രഹിക്കുകയും അതിലൂടെ ദൈവപ്രവൃത്തികൾ തിരിച്ചറിയുകയും ചെയ്യുന്നത്. വായിച്ചു കേട്ട വേദഭാഗത്ത് ദൈവപ്രവൃത്തിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. മറ്റൊരു വേദഭാഗത്ത് ദൈവം ശിക്ഷിക്കുന്ന മനുഷ്യനെന്നും അതുപോലെ ശാസിക്കുന്ന മനുഷ്യനും ഭാഗ്യവാനെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമോ? അങ്ങനെ ഒരു പക്ഷേ ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമെങ്കിൽ അത് ഒരപ്പൻ അഥവാ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ തിരുത്തുവാൻ, തെറ്റായ പാതയിൽ നിന്ന് തിരുത്തുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ, നന്നാവുവാൻ ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയായി നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ ഒരു വേദഭാഗത്ത് ചോദിക്കുന്നുണ്ട്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടവരായി വളരുവാനിടയാകുന്നു. കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും മാതൃകയുള്ളവരായി, സാക്ഷ്യമുള്ളവരായി, നന്മയുടെ പ്രതീകങ്ങളായി മാറുവാനിടയാകുന്നു. അപ്രകാരം മാതാപിതാക്കൾ ശിക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്രകാരം നന്നാവുമെങ്കിൽ ദൈവവും ഒരുപക്ഷെ മർത്യനെ ഏതെങ്കിലും രൂപത്തിൽ ശിക്ഷണത്തിന് വിധേയമാക്കുന്നുവെങ്കിൽ
അതിനർത്ഥം അത് അവരുടെ നാശത്തിനല്ല, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ദൈവ പദ്ധതിയാണ്. നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിൻ്റെ തിന്മയ്ക്കല്ല, നിൻ്റെ നന്മയ്ക്ക് അത്ര എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം തൻ്റെ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകൾ അത് കണ്ണ് കാണാത്തതാണ്, അത് ഒരു ചെവിയും കേൾക്കാത്തതാണ്, അത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വന്നിട്ടില്ലാത്തതാണ്. അങ്ങനെയുള്ള ഒരുക്കപ്പെട്ട നന്മകൾ ദൈവമർത്തനായി ദൈവപ്രവൃത്തിയായി ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം പ്രാപിക്കുവാനായിട്ട് മർത്യന് ആവശ്യം ദൈവത്തിലുള്ള വിശ്വാസമാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്, ദൈവത്തിൽ ശരണപ്പെടുക എന്നുള്ളതാണ്. ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗ സന്തോഷത്താൽ.